ചാവക്കാട് നഗരസഭ ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ചർച്ചയിൽ അതൃപ്തി പ്രകടിപ്പിച്ച പ്രതിപക്ഷം ബജറ്റ് രേഖ കീറിക്കൊണ്ടാണ് ഇറങ്ങിപ്പോയത്. കൊല്ലപ്പെട്ട മുൻ ചെയർമാൻ കെ.പി. വത്സലന്റെ സ്വപ്ന പദ്ധതികളായ മത്തിക്കായൽ പാടശേഖരത്തെ നെൽകൃഷിക്കും പുത്തൻകടപ്പുറത്തെ മിനി ഹാർബറിനു വേണ്ടിയും യാതൊന്നും ചെയ്യാതെ തിരസ്കരിച്ച ബജറ്റ് നിരാശാജനകമാണെന്നും ചാവക്കാട്ടെ ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും കർഷകരെയും വഞ്ചിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഈ ബജറ്റ് ജനവിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് C.A. ഗോപപ്രതാപൻ ഉന്നയിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ബിൻസി സന്തോഷ് ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് ജനവിരുദ്ധമായ ഒരു ബഡ്ജറ്റാണ്, ജനദ്രോഹപരമായ ബഡ്ജറ്റാണ്. അടിസ്ഥാനപരമായി ചാവക്കാടിന്റെ വികസനത്തിന് വേണ്ടി യാതൊന്നും ആ ബഡ്ജറ്റിലില്ല. ഇവിടെ കെ.പി. വത്സലന്റെ സ്വപ്ന പദ്ധതി എന്ന് CPM തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിശേഷിപ്പിക്കുന്ന മത്തിക്കായൽ പാടശേഖരത്തിലെ നെൽകൃഷി, പുത്തൻകടപ്പുറത്തെ മിനി ഹാർബർ, ഇത് പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടികളും ഈ ബഡ്ജറ്റിലില്ല. 30 ഏക്കർ കൃഷി സ്ഥലത്ത് കൃഷി നടത്തുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ട് 1.5 ഏക്കറിൽ പോലും കൃഷി നടത്താൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാലയൂർ പിൽഗ്രിമേജ് ടൂറിസത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. വാഗമൻ മിനി വാഗമൻ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഈ നഗരസഭയുടെ സംഭാവന ഒന്നുമില്ല. ഇവിടെ ക്രിമിറ്റോറിയത്തിൽ ഒരു കുളം നിർമ്മിക്കണം എന്ന് പറഞ്ഞ് 2 കോടി വക മാറ്റിയിരിക്കുന്നു. ആ 2 കോടി എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കുളം എത്ര നീളമുണ്ട്, എത്ര വീതിയുണ്ട്, എത്ര താഴ്ചയുണ്ട് എന്ന് പോലും കൃത്യമായ ഒരു എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കാതെ 2 കോടി രൂപ അതിന് വകമാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇവിടെ പ്രവാസികളുടെ ജീവിതം തന്നെ ദുരിതത്തിലായ ഈ സാഹചര്യത്തില് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഈ നഗരസഭ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആരോഗ്യരംഗത്ത് ചാവക്കാട് ആശുപത്രിയിലെ എല്ലാ നടപടികളും താറുമാറായിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും ചാവക്കാട് ആശുപത്രിയിൽ ഇല്ല. ചാവക്കാട് ആശുപത്രിയും ചാവക്കാടിന്റെ പരിസരവും ഒക്കെ മാലിന്യ കൂമ്പാരങ്ങളായി മാറിയിരിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും ഈ നഗരസഭയുടെ ഭാഗത്തുനിന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ബഡ്ജറ്റ് കണക്ക് മാറ്റി അവതരിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു കടലാസ് ബഡ്ജറ്റ് മാത്രമാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ചാവക്കാട്ടെ ജനങ്ങളോട് പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഈ ബജറ്റ് പിൻവലിച്ച് ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് C.A. ഗോപപ്രതാപൻ ബജറ്റ് രേഖ കീറിക്കളഞ്ഞ് പ്രതിഷേധിച്ചത്. തുടർന്ന് ചർച്ച ബഹിഷ്കരിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. കൗൺസിലർമാരായ ആസിഫ് പാലയൂർ, ആരിഫ് പാലയൂർ, ജോയ്സി, ഷർമിള സത്താർ, സീനത്ത് നൌഷാദ്, ഷെഫീന നൌഷാദ്, TS സനൂപ്, ഷാജി, ബ്രിജിത പ്രദീപ്, തനുജ, സുജാത സത്യൻ എന്നിവരാണ് ഇറങ്ങിപ്പോയത്. എന്നാൽ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാതെ അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് മനഃപൂർവ്വം പ്രതിപക്ഷം പ്രശ്നമുണ്ടാക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ A.H. അക്ബർ പറഞ്ഞു. തുടർന്ന് ബജറ്റ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ അഭാവത്തിൽ ചർച്ചയിൽ അംഗീകരിക്കുകയും ചെയ്തു. അതില് എല്ലാ അംഗങ്ങളും ചർച്ച നടത്തി ബഡ്ജറ്റിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് ആ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളും കൂടി അംഗീകരിച്ച് ബഡ്ജറ്റ് നമ്മൾ പൂർണ്ണമായി എല്ലാവരും അംഗീകരിക്കലാണ് പതിവ്. ഇവിടെ ഒരു കവല പ്രസംഗം നടത്തി പോവുകയാണ് ചെയ്യും. കുറെ UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നാൽ പലതും കൂടെ സംഭവിക്കും. ആക്ഷേപിച്ചതിന് ആക്ഷേപകരമായ പ്രസംഗങ്ങൾ നടന്നു. ബഡ്ജറ്റിൽ പറഞ്ഞ പല നിർദ്ദേശങ്ങളോടും കടുത്ത എതിർപ്പ് പറഞ്ഞു. ആ എതിർപ്പ് എന്ന് പറഞ്ഞാൽ പദ്ധതി എന്താണ് എന്നുള്ള വിവരമില്ലായ്മയുടെ ഒരു പ്രത്യക്ഷ. സാധാരണ രീതിയിൽ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ മറുപടി പറയുന്നത് കേൾക്കാറ്. ഇത് ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ പറഞ്ഞ വിവരങ്ങളെല്ലാം നാട്ടുകാരെ അംഗീകരിച്ചോളണം എന്ന പ്രഖ്യാപനം നടത്തി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ വാദങ്ങളൊക്കെ മുനയൊടിഞ്ഞു പോകും, തകർന്നു പോകും എന്ന് മനസ്സിലാക്കിയത് കേൾക്കാനുള്ള ധൈര്യം ഇല്ലാതാണ് ഇവിടെ